ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നിങ്ങൾ ഈ ആരാധനയിലേക്ക് പാട്ട് പാടി പ്രവേശിച്ചപ്പോൾ ഇങ്ങനെയൊന്ന് മനസ്സിൽ പറയണം, ഇന്ന് എന്നെ അനുഗ്രഹിക്കുന്ന ഒരു ആരാധനയായിരിക്കും ഇത്. എന്നെ, എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കാൻ, എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരാൻ, എനിക്ക് ശക്തിയും ബലവും വിശുദ്ധീകരണവും തരാൻ, എന്നെ വിശ്വാസത്തിൽ ഉറപ്പിച്ച് വളർത്താനൊക്കെ ദൈവം കണ്ട സമയം, എനിക്ക് വേണ്ടി കണ്ട സമയം ഇപ്പോൾ നിങ്ങൾ ഈ ദിവികാരുണ്യ ഈശോയുടെ മുമ്പിലിരിക്കുന്ന സമയമാണെങ്കിലോ, അങ്ങനെയെങ്കിൽ അത് വിശ്വസിക്കുന്നെങ്കിൽ കുറച്ചുകൂടെ വിശ്വാസത്തോടെ, കുറച്ചുകൂടെ പ്രാർത്ഥനയോടെ, ആരാധനാ മനോഭാവത്തോടെ നമുക്കിരിക്കാം. ഒരു വചനം ഒന്ന് കേട്ടേ. ജോബിൻ്റെ പുസ്തകം 14-ാം അധ്യായം 7, 8, 9 വാക്യങ്ങൾ. ഇന്ന് ദൈവം എന്നോട് സംസാരിക്കുകയാണ്. ദൈവം എന്നോട് സംസാരിക്കുവാണ്. ഈ വചനം നമ്മൾ ഇന്നത്തെ പ്രസംഗത്തിൽ, വചനപ്രഘോഷണത്തിൽ കേട്ടു. എഴുതിയിരിക്കുന്ന വാക്ക്, വൃക്ഷത്തിന് പ്രത്യാശയുണ്ട്. വൃക്ഷത്തിന് പ്രത്യാശയുണ്ട്. ഒരു പ്രശ്നമുണ്ട്. ആ വൃക്ഷത്തിൻ്റെ അനുഭവം ഇതാണ്: മുറിച്ചാൽ അത് വീണ്ടും തളിർക്കും. മുറിച്ചാൽ അത് വീണ്ടും തളിർക്കും. വിശ്വാസത്തിൽ പറഞ്ഞേ, മുറിച്ചാൽ വിശ്വസിക്കുന്ന ഞാൻ അവിടം കൊണ്ട് തീരില്ല, ഞാൻ തളിർക്കും. ഞാൻ തളിർക്കും. തളിർക്കാൻ ദൈവം ഒരുക്കിയ മണിക്കൂറാണിത്. കരഞ്ഞ് കലങ്ങിയ കണ്ണുമായി ഒറ്റപ്പെട്ട് കഴിയാൻ ദൈവം ആഗ്രഹിച്ച സമയമല്ല, അതിനുവേണ്ടി ഒരുക്കുന്നൊരു സമയമല്ല. നീ ജീവിതത്തിൽ എവിടെയാണോ മുറിഞ്ഞത് അവിടെ നിന്ന് വീണ്ടും തളിർക്കണമെന്നാണ് ദൈവം നിന്നെ, നിന്റെ കുടുംബത്തെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നീ തളിർക്കണം. നിങ്ങൾ മനസ്സിലൊന്ന് പറഞ്ഞേ, ഈ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഞാൻ, ഈ മുറിവേറ്റ ഞാൻ, വാക്കുകൾ കൊണ്ട് മുറിവേറ്റ ഞാൻ ജീവിതത്തിൽ തളിർക്കും. ജീവിതത്തിൽ തളിർക്കും ഞാൻ. ആ വാക്യം അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. അടുത്ത വാക്യം, തളിർത്ത് വീണ്ടും അതിൽ ശാഖകൾ ഉണ്ടാകാതിരിക്കുകയില്ല. അടുത്ത വാക്യം എങ്ങനെയാ നോക്കൂ. അതിൻ്റെ വേരുകൾ മണ്ണിനടിയിൽ പഴകിപ്പോയാലും, അതിൻ്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും, വെള്ളത്തിൻ്റെ ഗന്ധമേറ്റാൽ അത് വീണ്ടും തളിർക്കും. ഇളം ചെടി പോലെ ശാഖ പുറപ്പെടുവിക്കുകയും ചെയ്യും. വെള്ളത്തിൻ്റെ ഗന്ധമേറ്റാൽ. നിങ്ങളിപ്പോൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന ഗന്ധം ഏതാണെന്നറിയാമോ? ആരാധനയുടെയാണ്, പ്രാർത്ഥനയുടെയാണ്, വചനത്തിൻ്റെയാണ്. വെള്ളത്തിൻ്റെ ഗന്ധമേറ്റാൽ ഒരു മരം വീണ്ടും തളിർക്കുമെങ്കിൽ ഈ ആരാധനയുടെ അനുഗ്രഹം നിങ്ങളിൽ വരുമ്പോൾ നിങ്ങളുടെ ജീവിതവും തളിർക്കാതിരിക്കില്ല, ശിഖരങ്ങൾ പുറപ്പെടാതിരിക്കില്ല, അനുഗ്രഹം അനുഭവിക്കാതിരിക്കില്ല. വിശ്വസിക്കുന്നെങ്കിൽ ഇത് ഏറ്റെടുക്ക്, ഈ വചനം ഏറ്റെടുക്ക്. കേട്ട വചനം ഈ തുടർന്നുള്ള എല്ലാ ദിവസത്തിനും അനുഗ്രഹമാകുന്നൊരു വചനമാണ്. ധൂർത്തപുത്രൻ്റെ ഉപമയാണ് കേട്ടത്. ഈ വചനം ഞാൻ പറയുമ്പോൾ നിങ്ങളൊന്ന് പ്രാർത്ഥിക്കാൻ ഒരുങ്ങിയിട്ട് വേണം ഈ വചനം, കേട്ട വചനം ആരാധനയിലൊന്ന് സമർപ്പിക്കാൻ. നിങ്ങളെ ദൈവം എവിടെയൊക്കെയോ ജീവിതത്തിൽ മുറിഞ്ഞവരെന്നെ കേൾക്കുന്നുണ്ട്. മുറിഞ്ഞ് പല കഷ്ണങ്ങളായിപ്പോയ മരം വെട്ടിയിട്ട് പല കഷ്ണങ്ങളായി വാളുകൊണ്ട് മുറിച്ചിട്ടതുപോലൊക്കെ കിടക്കുന്നവരുണ്ട്. പക്ഷെ ദൈവം പറയുവാണ്, നിന്റെ ജീവിതം തീർന്നു എന്നല്ല ദൈവം പറഞ്ഞ്, നിന്റെ ജീവിതം അവസാനിച്ചു എന്നല്ല പറഞ്ഞത്. ഇത് നിന്റെ അവസാനമാണെന്നല്ല, വീണ്ടും തളിർക്കും. ഇളം ചെടി പോലെ ശാഖകൾ ഉണ്ടാകും. നീ പടർന്ന് പന്തലിക്കുമെന്നാണ് ഈ വാക്യം പറഞ്ഞെങ്കിൽ, ആ വാക്യം ഇന്ന് എന്നോടാ പറഞ്ഞെങ്കിൽ, ഈ വചനം എന്നോട് പറയാൻ ആഗ്രഹം ഉള്ളതുകൊണ്ടാ ഈ ആരാധനയിൽ ഈ വചനം നിന്നെ കേൾപ്പിച്ചത്. ഈ മിനിറ്റിൽ ദൈവം നിന്നെ അത് കേൾപ്പിച്ചത്. അങ്ങനെയെങ്കിൽ ഈ വചനത്തിൽ വിശ്വസിച്ച് കരങ്ങളെ ഒന്ന് ഉയർത്തുക. ഒന്ന് പ്രാർത്ഥിക്കാൻ ഒരുങ്ങ്, ഒന്ന് ആരാധിക്കാൻ ഒരുങ്ങ്. ജീവിതത്തിൽ മുറിഞ്ഞവർ, കുടുംബജീവിതത്തിൽ മുറിവേറ്റവർ, വ്യക്തി ജീവിതങ്ങളിൽ മുറിവേറ്റവർ, പലതരത്തിൽ ജീവിതത്തിൽ ഉണങ്ങാത്ത മുറിവുകളുമായി പോകുന്നവരുണ്ട്. നിങ്ങൾ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോണ്ടല്ലോ, നിങ്ങളാകുന്ന മരം ഉണങ്ങിപ്പോകുമെന്നല്ല, നിങ്ങൾ ഇളം ചെടി പോലെ തളിർത്ത് ശാഖകൾ പുറപ്പെടുവിക്കും. വിശ്വാസത്തിൽ പറ, ഞാൻ വളരും, ഞാൻ വളരും, ഞാൻ ഇളം ചെടി പോലെ, വെള്ളത്തിന്റെ ഗന്ധമേറ്റാൽ വളരുന്ന ചെടി പോലെ ഞാൻ വളരും, ശാഖകൾ പുറപ്പെടുവിക്കും.
എനിക്ക് വളർച്ചയുണ്ട്, എനിക്ക് ഇനിയും വളരാനുണ്ട്, എനിക്ക് ജീവിക്കണം എന്ന് പറ. ഈ ആരാധന നിങ്ങളുടെ സൗഖ്യത്തിന്റെ സമയമായി മാറും. എല്ലാവരും ചേർന്ന് വിശ്വാസത്തോടെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഓരോ വിഷമിക്കുന്നവരെയും, ഓരോ മുറിവേറ്റവരെയും, ഓരോ സങ്കടത്തിൽ കഴിയുന്നവരെയും, തകർന്ന ജീവിതങ്ങളെ സ്വപ്നങ്ങളുമായി നടക്കുന്നവരെയും ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കൊടുക്കുന്നു. ഇത് സൗഖ്യത്തിന്റെ മണിക്കൂറാക്കണമേ. ഈ ആരാധനയുടെ സമയം ഒരു വിടുതലിന്റെ സമയമാക്കണമേ. ഇത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന സമയമാക്കി മാറ്റണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഈ കുടുംബത്തെ അങ്ങ് ഏറ്റെടുക്കണമേ. ഈ കുടുംബത്തെ അങ്ങ് സഹായിക്കണമേ. ഈ കുടുംബത്തെ അങ്ങ് വിടുവിക്കണമേ. ഈ കുടുംബത്തിലേക്ക് വിശുദ്ധീകരണം കൊണ്ടുവരണമേ. ഈ കുടുംബത്തെ സന്തോഷത്തിൽ കൊണ്ടുവരണമേ. തലമുറകളെ അനുഗ്രഹിച്ച് വളർത്തണമേ. അനേകം കുടുംബങ്ങളെ തൊടണമേ. അനേകം വ്യക്തികളെ വിടുവിക്കണമേ. വലിയ മാനസാന്തരങ്ങളെ ഒരുക്കണമേ. പ്രതീക്ഷ നിറയ്ക്കണമേ. നിരാശ മാറിപ്പോകട്ടെ. നിരാശ മാറട്ടെ. നിരാശ മാറട്ടെ. പരിശുദ്ധാത്മാവ് നിറയട്ടെ, നിറയട്ടെ, നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയവരെ, ഈ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഇനി കേൾക്കുന്ന ഈ ഭാഗം നമ്മളൊരു വചനമാണ് കണ്ടത്. ലൂക്കാസ് സുവിശേഷത്തിലെ 15-ാം അധ്യായത്തിൽ കണ്ട ധൂർത്തപുത്രന്റെ ഉപമ. ഇത് എന്നെ ഈ ദിവികാരുണ്യത്തിൻ്റെ സൈഡിൽ നിന്ന് എന്നെയാ നിങ്ങൾ കേൾക്കുന്നതിലും ദൈവമാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവാണ് നിന്നിൽ ഇടപെടുന്നത്. എൻ്റെ പ്രസംഗത്തിൻ്റെ ഗുണം കൊണ്ട് ഇന്ന് വരെയും ആരുടെയും ജീവിതത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. എന്നാൽ ഞാൻ ദൈവത്തിൻ്റെ വചനം പ്രസംഗിച്ച് ദൈവനാമത്തെ മഹത്വം നൽകിയപ്പോൾ ഈ ദൈവം അനേകരുടെ ജീവിതത്തിൽ ഇടപെട്ടതായി എനിക്കറിയാം. അനേകരുടെ കണ്ണുനീർ തുടച്ചതായി എനിക്കറിയാം. നിങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ഒരു വിശുദ്ധീകരണം ഒന്ന് ആഗ്രഹിക്കണം. ഇത് പറയുമ്പോൾ നമുക്കറിയാം, ഈ ധൂർത്തപുത്രൻ്റെ ഉപമയിൽ ആ മനുഷ്യൻ പന്നിക്കുഴിയിൽ നിന്ന് വളരെ കോലം കെട്ട് തലമുടി പോലും വെട്ടാതെ ഡിസോർഡറായ ഒരു ഭ്രാന്തനെ പോലെ ഒരു വല്ലാത്ത അവസ്ഥയിൽ തിരിച്ചു വരുമ്പോൾ 2 കൈയും നീട്ടി സ്വീകരിക്കുന്ന ഒരപ്പൻ. ആ അപ്പൻ നമ്മൾ കാണുന്ന ഒരു സാധാരണ മനുഷ്യനല്ലത്. അത് ദൈവമല്ലാതെ, യേശുവല്ലാതെ മറ്റൊരാളല്ല. യേശുവിനെ ഒരു സാധാരണ മനുഷ്യന് ഇത്രയും തകർന്ന് തരിപ്പണമായവൻ ഇതുപോലെ ഒരാളെ സ്വീകരിക്കില്ല. ഒരപ്പനാണെ പോലും ഒന്നെങ്കിൽ അവനോട് പറയും, എൻ്റെ ബാക്കിയുള്ളവരും സമാധാനത്തിൽ ജീവിച്ചോട്ടെ, നീ ഏതേലും നാട്ടിൽ പോയി എവിടെയെങ്കിലും താമസിക്കുക, ഇങ്ങോട്ട് വരരുത്, ഉപദ്രവിക്കരുത്. കാരണം എന്തൊക്കെ ഈ ധൂർത്തപുത്രൻ ചെയ്തു എന്നറിയാവോ? സമ്പത്ത് മാത്രമല്ല, വീട്ടുപേര് നശിപ്പിച്ചു. ആ വീട്ടുകാരെക്കുറിച്ച് ഇപ്പോൾ പറയുമ്പോൾ ഈ മകൻ്റെ കാര്യം പറഞ്ഞാൽ പലരും പറയുന്നത്. കുടുംബപ്പേര്, സമ്പത്ത്, ഉണ്ടാക്കിയ സമ്പത്തും അതെല്ലാം നശിപ്പിച്ച് അവനെ ആരെങ്കിലും 2 കൈ നീട്ടി സ്വീകരിക്കുവോ? ഇത് മനുഷ്യനായ ഒരു വ്യക്തിയല്ല, ഇത് ദൈവം തന്നെയാണ്. ഈ ദൈവം നീ തിരിച്ചു വരാൻ തയ്യാറായാൽ നീ ഏതവസ്ഥയിലാണേലും ദൈവം നിന്നെ സ്വീകരിക്കുന്ന ദിവസമാണ് കേട്ടോ. വിമർശിക്കുന്നയാളായിരിക്കും, ഇഷ്ടമില്ലായിരിക്കും ഇതൊന്നും കേൾക്കുന്നത് പോലും. ഇതിനെയൊക്കെ ചിലപ്പോൾ തെറിവാക്കുകൾ കൊണ്ടുപോലും പരസ്പരം എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കാണും. വീട്ടിൽ വേറെ എന്തെല്ലാം കാര്യങ്ങൾ ടി വിയിലുണ്ട്, ഇത് കണ്ടുകൊണ്ടിരിക്കുവാണോ എന്നായിരിക്കും പലരും ഇത് പറയുന്നത്. കൂടെയുള്ള മക്കൾ പോലും ചിലപ്പോൾ ഇതിൻ്റെ ഒച്ച പോലും കേൾക്കാതെ വാതിലടച്ച് അപ്പുറത്തെ മുറിയിലായിരിക്കും. ഇഷ്ടമില്ലായിരിക്കും ഈ ശബ്ദം പോലും കേൾക്കുന്നത്. പക്ഷേ ഇഷ്ടമില്ലേലും കേൾക്കാനിടയായെങ്കിൽ കേട്ടോ, ദൈവം നിന്നെ സ്നേഹിക്കുന്നുണ്ട്. വർഷങ്ങളായി പള്ളിയിൽ പോകാത്ത, പ്രാർത്ഥനയില്ലാത്തൊരു മനുഷ്യൻ ജീവിതത്തിൽ തകർന്നിട്ട് എന്നോട് പറഞ്ഞു, ദയവ് ചെയ്ത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് നിങ്ങൾ പറയരുത്. എനിക്ക് നിങ്ങളുടെ പ്രാർത്ഥന വേണ്ട. എനിക്ക് പ്രാർത്ഥിക്കുന്നതും ഇഷ്ടമല്ല, പ്രാർത്ഥിക്കുന്നവരെ ഇഷ്ടമല്ല. എനിക്ക് നിങ്ങളോടൊക്കെ വെറുപ്പാണ്, ഇഷ്ടമല്ല എന്ന് നേരിട്ട് പറഞ്ഞൊരു മനുഷ്യൻ അവസാനം ചോദിക്കുകയാണ്, എന്തായാലും പ്രാർത്ഥിച്ചു നോക്ക്, എന്നെക്കുറിച്ച് ദൈവം എന്നാ പറയുന്നതെന്ന് ഒന്ന് പ്രാർത്ഥിച്ചു നോക്കാൻ പറഞ്ഞു. ആ മനുഷ്യനോട് ഞാനൊരു വാക്ക് പറഞ്ഞു. അയാൾ അത് കേട്ട് കരഞ്ഞു. ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു, നിങ്ങളെ എനിക്ക് വെറുപ്പാണ്, നിങ്ങളുടെ പ്രാർത്ഥന എനിക്ക് വെറുപ്പാണ്, നിങ്ങൾ ദൈവം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത്, എനിക്ക് പ്രാർത്ഥിക്കുന്നവരേ ഇഷ്ടമല്ല, ഈ വെള്ളയോടുപ്പെടുന്നവരേ എനിക്ക് ഇഷ്ടമല്ല, താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ മനുഷ്യൻ പറഞ്ഞ്, എന്നാലും ദൈവം എന്നാ പറയുന്നതെന്നൊന്ന് പ്രാർത്ഥിക്കുക. ഞാൻ പറഞ്ഞു, സ്റ്റിൽ ഗോഡ് ഈസ് ലവിങ് യു, ഇപ്പോഴും ദൈവം നിന്നെ സ്നേഹിക്കുന്നു. അത് കേട്ടിട്ട് അയാളുടെ കണ്ണുകൾ നിറഞ്ഞു വരുന്നത് ഞാൻ കണ്ടു. ഏത് വാക്ക് പറഞ്ഞപ്പോൾ ഇത്രയും വിമർശിക്കുന്ന അതും ഇതുമൊക്കെ പറഞ്ഞ് എന്നെ ഇപ്പോഴും ദൈവം സ്നേഹിക്കുന്നുണ്ടോ? എന്നെ കേൾക്കുന്ന നിങ്ങൾ ആരുമാകട്ടെ, നിങ്ങൾ പറയുന്നു ഞാൻ ഈ സഭയിലെ ആളല്ല, ഞാൻ വേറെ ഒരു സ്ഥലത്താണ്, ഞാൻ ഇന്നയാളാണ്, ഞാനൊരു അക്രൈസ്തവനാണ്,
എനിക്കിതൊന്നും അറിയില്ല, ആദ്യമായിട്ടാണ് ഇത് കേൾക്കുന്നത്. എന്നാലും പറയുന്നു, സ്റ്റിൽ ഗോഡ് ഈസ് ലവിങ് യു. ദൈവം ഇപ്പോഴും നിന്നെ സ്നേഹിച്ചു കൊണ്ടിരിക്കുന്നു. സ്നേഹിച്ച പലരും നിന്നെ ചതിച്ചു. സ്നേഹിച്ച പലരും ഇപ്പോൾ നിന്നെ വേണ്ട, നിന്നോട് പിണങ്ങി, നിന്റെ നമ്പർ അടക്കം ബ്ലോക്ക് ചെയ്തു. പക്ഷേ ദൈവം നിന്നോട് പറയുന്നു, സ്റ്റിൽ ഗോഡ് ഈസ് ലവിങ് യു. അതുകൊണ്ടാണ് ഒരു പാട്ട് പാടാൻ പോകുന്നത്. ഏതൊരവസ്ഥയിലും യാതൊരു വ്യവസ്ഥയില്ലാതെ സ്നേഹിക്കുന്നൊരു ദൈവമുണ്ട്. നിന്റെ കുടുംബത്തിൻ്റെ അവസ്ഥ ഏതുമാകട്ടെ, ഏതൊരവസ്ഥയിലും യാതൊരു വ്യവസ്ഥയും കൂടാതെ സ്നേഹിക്കുന്ന, അതിരുകളില്ലാതെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തിൻ്റെ മുമ്പിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. ആ ദൈവത്തിൻ്റെ പേരാണ് യേശു ക്രിസ്തു. ആമേൻ. ഹല്ലേലൂയ. യേശുവേ. ഏതൊരവസ്ഥയിലും യാതൊരു വ്യവസ്ഥകളും ഇല്ലാതെ സ്നേഹിക്കും താതനു നന്ദി. അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. ഈ വചനമൊക്കെ പറയുമ്പം ഈ പാട്ട് എനിക്ക് എപ്പോഴും ഓർമ്മ വരും. പാട്ടുകാരൻ ആ പാട്ടൊന്ന് പാടും, അതിൻ്റെ വരികളൊന്ന് പാടും. നിങ്ങളിത് പാടുമ്പോൾ ഉണ്ടല്ലോ, ഇത് നമ്മുടെ ജീവിതത്തെ നോക്കിയിട്ട് ആരോ എഴുതിയ പാട്ടാന്ന് തോന്നും. ആരാണാവോ ഈ പാട്ട് എഴുതിയത്? ഇതെന്നെ നോക്കിയിട്ട് തന്നെ എഴുതിയ പോലെ ഉണ്ടല്ലോ. നമ്മൾ ഈ പാട്ട് ഒത്തിരി മ്യൂസിക്കിൻ്റെ അകമ്പടിയോടെ പാടുമ്പോൾ പാടി തീർത്തു പോവും. പക്ഷെ ശ്രദ്ധിച്ച് പാടുമ്പോൾ ഓർക്കും, എൻ്റെ ജീവിതത്തെ, എൻ്റെ കുടുംബത്തെ കണ്ട് ആരോ എഴുതിയ പോലെ. ഏതൊരവസ്ഥയിലും യാതൊരു വ്യവസ്ഥകളും കൂടാതെ സ്നേഹിക്കുന്നൊരു ദൈവം കുഞ്ഞെ നിനക്കുണ്ട്. ചേർന്ന് പാടാം. ഏതൊരവസ്ഥയിലും പിന്നെയോ യാതൊരു വ്യവസ്ഥകളും. ഒരിക്കൽ കൂടി ഒന്ന് പാടാമോ? ഏതൊരവസ്ഥയിലും യാതൊരു വ്യവസ്ഥകളും ഇല്ലാതെ സ്നേഹിക്കും താതനു നന്ദി. അതിരുകളില്ലാത്ത സ്നേഹം, ആ സ്നേഹത്തിന്റെ പേര് ദൈവസ്നേഹം, നിത്യസ്നേഹം. അളവുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. അതിന്റെ അടുത്ത വരികൾ ശ്രദ്ധിക്കുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അമ്മ എന്നെ മറന്നാലും ഈ ലോകം എന്നെ വെറുത്താലും. ഇത് രണ്ടും അനുഭവിക്കുന്നവരുണ്ട്. അമ്മയാന്ന് പറഞ്ഞാൽ പോലും സ്നേഹിക്കാത്ത അവസ്ഥയിലും നിൽക്കുന്ന കുടുംബങ്ങളുണ്ട്. ബൈബിൾ ഈ പാട്ട് പറയാണ്, അമ്മ എന്നെ അങ്ങ് മറന്നു എന്നിരിക്കട്ടെ. ബൈബിൾ പറയുന്നു, അമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ല. അമ്മ മറന്നാലും ലോകം മുഴുവൻ നിന്നെ അങ്ങ് വെറുത്താലും ഈ സ്നേഹം നിന്നെ വെറുക്കത്തില്ല. ലോകം വെറുക്കും, പഞ്ചായത്തിലുള്ളവർ മുഴുവൻ വെറുക്കും, പള്ളിയിലുള്ളവർ മുഴുവൻ വെറുക്കും, ഒരു സംസ്ഥാനം മൊത്തം ചിലപ്പോൾ നിന്നെ വെറുക്കും. നിന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ഈ ലോകം മൊത്തം വെറുത്താലും പറയാണ്, നിന്നെ ദൈവം വെറുക്കില്ല, നിന്നെ ദൈവം ഉപേക്ഷിക്കത്തില്ല. ഒന്ന് പാടിക്കേക്കാം ആ വരികൾ കൂടി. അമ്മ എന്നെ മറന്നാലും ഈ ലോകമെന്നെ വെറുത്താലും. ഒരിക്കൽ കൂടി അമ്മ എന്നെ മറന്നാലും ഈ ലോകമെന്നെ വെറുത്താലും അജഗണങ്ങളെ കാത്തിടുന്നവൻ എനിക്കായി തിരഞ്ഞിടുന്നു. പിന്നെയോ എന്നെയോ മനയായി കരുതും. അതിന് കാരണം എന്താണെന്നറിയാമോ? അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. അളവുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. പ്രിയപ്പെട്ടവരെ, ഈ സ്നേഹത്തിന്റെ മുമ്പിലിരുന്ന് ഒറ്റ കാര്യം ചെയ്യാൻ പറ്റുമോ? ധൂർത്തപുത്രൻ പന്നിക്കുഴിയിൽ കിടന്ന് ആത്മഹത്യ ചെയ്യാനുള്ള കയറല്ല അന്വേഷിച്ചത്. ഏതു മരത്തേൽ ആത്മഹത്യ ചെയ്യണം, ആ മരത്തിൻ്റെ ആ ശിഖരത്തേൽ കെട്ടിത്തൂങ്ങി ചത്തേക്കാമെന്നല്ല തീരുമാനിച്ചത്.
ചിന്തിച്ചത്. വിഷം കുടിച്ചാലോ എന്നല്ല തീരുമാനിച്ചത്, എൻ്റെ അപ്പൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകുമെന്നാ തീരുമാനിച്ചത്. ആമേൻ. അങ്ങനെ തീരുമാനിക്കാൻ പറ്റുമോ? നെഗറ്റീവായതെല്ലാം ഒന്ന് കളഞ്ഞ്, മോശമായ ചിന്തകളും തകരും, ഞാൻ നശിക്കുന്നുള്ള കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് ഞാൻ എൻ്റെ ദൈവത്തിലേക്കൊന്ന് തിരിയും. ഒരു യൂ ടേൺ എടുത്തേ. നമ്മളിപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ചിലപ്പോൾ റൂട്ട് മാപ്പ് പറയും, ഇവിടെയല്ല വാഹനം, യൂ ടേൺ എടുക്കണം, തിരിയണം. തിരിച്ചേ ഒന്ന്, എന്നിട്ട് ദൈവത്തിലേക്കൊന്ന് വന്നേ. ഏതൊരവസ്ഥയിൽ നീ തിരിച്ചു വരുമ്പോൾ 2 കൈ നീട്ടി സ്വീകരിക്കുന്നൊരു ദൈവമുണ്ട്. പറഞ്ഞൊരു വാക്ക് പറഞ്ഞ് ആരാധന അവസാനിപ്പിക്കുകയാണ്. തിരിച്ചു വന്നപ്പോൾ അടിയല്ല കിട്ടിയത്, തിരിച്ചു വന്നപ്പോൾ തൊഴിയല്ല കിട്ടിയത്, തിരിച്ചു വന്നപ്പോൾ കേൾക്കാൻ കൊള്ളാത്ത തെറിവാക്കുകളല്ല വീട്ടിൽ നിന്ന് കേട്ടത്. അപ്പൻ പറയുവാണ്, ആ അലുമാരിയിൽ നിന്ന് മേൽത്തരം വസ്ത്രം, ഞാൻ ഈ മകനു വേണ്ടി കരുതി വച്ച വസ്ത്രം ഇങ്ങ് എടുത്തോണ്ട് വരാൻ സേവകന്മാരോട് കൽപ്പിച്ച ഒരപ്പൻ. ഇത് ദൈവമല്ലാതെ മറ്റൊരാളല്ല. ആ ദൈവം നീ തിരിച്ചു വരാൻ തയ്യാറായാൽ, നിന്റെ തിരിച്ചുവരവ് ആഗ്രഹിക്കുന്നുണ്ട്, ഈ കുടുംബത്തിൻ്റെ തിരിച്ചുവരവ് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു യുവാവെന്ന നിലയിൽ നിന്നെ നോക്കി പറയുന്നു, നീ നിന്റെ തിരിച്ചുവരവ് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നിന്റെ കൂട്ടുകാർ ആഗ്രഹിക്കുന്നില്ല, നാട്ടുകാർ ആഗ്രഹിക്കുന്നില്ല, അതുമായി ബന്ധപ്പെട്ട് ആരും നിന്നോടൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ദൈവം നിന്നോട് പറയും, നീ തിരിച്ചു വരണം, ഇങ്ങനെ പോകരുത്, ഒരു യൂ ടേൺ എടുക്കണം. തിരിച്ചു വരുമ്പോൾ നിനക്ക് വേണ്ടി കരുതി വച്ച ചില നന്മകൾ ദൈവത്തിൻ്റെ അലമാരിയിലുണ്ട്, സ്വർഗത്തിൻ്റെ അലമാരിയിലുണ്ട്. അത് നിനക്ക് വേണ്ടി തുറക്കാൻ കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട്. അത് തുറന്ന് മേൽത്തരം വസ്ത്രത്തിന് പകരം മേൽത്തരം അനുഗ്രഹങ്ങൾ, മേൽത്തരം നന്മകൾ, മേൽത്തരം ഐശ്വര്യങ്ങൾ നിന്റെ ജീവിതത്തിലേക്ക് ദൈവം തരുന്ന ദിവസമാണിത്. ഇതൊരു നല്ല ദിവസമാണ്. അങ്ങനെയെങ്കിൽ ആരാധനയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുമ്പോൾ ആ പാട്ടിൻ്റെ 4 വരികളൊന്ന് വേഗത്തിൽ പാടുകയാണ്. അമ്മ എന്നെ മറന്നാലും, ഈ ലോകം മൊത്തത്തിൽ എന്നെ വെറുത്താലും, എൻ്റെ ദൈവം എന്നെ വെറുക്കത്തില്ലെന്ന് പാടി ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുകയാണ്. അമ്മ എന്നെ മറന്നാലും, ഈ ലോകമെന്നെ വെറുത്താലും, ചേർന്ന് പാടി സ്വീകരിക്കാം. അമ്മ എന്നെ മറന്നാലും, ഈ ലോകമെന്നെ വെറുത്താലും, അജഗണങ്ങളെ കാത്തിടുന്നവൻ എനിക്കായി തിരഞ്ഞിടുന്നു. എന്നെയോ മനയായി കരുതുന്നു. സ്വർഗത്തിലെ അനുഗ്രഹങ്ങൾ, ആ സ്വർഗത്തിലെ അരുമാരിയും തുറന്ന് ഇന്ന് നിയോഗം വെച്ച് ശാലോൺ ടിവിയോട്, ടെലിവിഷനിലെ ആ ഒരു ശുശ്രൂഷയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന നല്ലൊരു സാക്ഷ്യം ദൈവം ഒരുക്കും, നല്ലൊരു വിടുതൽ ദൈവം ഒരുക്കും. ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാർത്ഥനയിൽ സ്വീകരിക്കുന്നു.